നമസ്തേ. നമ്മൾ ഒരു പുതിയ ക്ഷേത്രം എടുക്കുന്നതും ഒരു നശിച്ച ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. പുതിയതിനെ എടുക്കുന്നതിനേക്കാൾ നല്ലത് പഴയതിനെ പുനരുദ്ധാരണം ചെയ്തിട്ട് അത് ശക്തിപ്പെടുത്തുന്നതിലാണ്. അതിലാണ് നമുക്ക് കൂടുതൽ ഐശ്വര്യവും ചൈതന്യമൊക്കെ നമ്മളിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള നശിച്ച ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും എന്ന് വേണ്ട മനധനു ധ്യാന എങ്ങനെ ഏത് വിധത്തിലാണോ നമ്മളതിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആ ഇതിൽ പങ്കാളിയാവുന്നത്, അതിൻ്റെ ഒരു ഗുണം നമ്മൾ 7 തലമുറ കൊണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമുക്ക് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾക്കറിയുന്ന മറ്റൊരു വ്യക്തിയോട് പറയാം, ഇങ്ങനെ ഒരു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ചിലപ്പോൾ ധനം കൊണ്ടായിരിക്കും അവിടെ സഹായിക്കുന്നുണ്ട്, ധനം കൊടുത്തിട്ട് സഹായിക്കുന്നില്ല. ആ ധനം കൊടുക്കാൻ കാരണമായ നിങ്ങൾക്കും ആ കൊടുത്ത വ്യക്തിക്ക് കിട്ടുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള തുല്യമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്കും കിട്ടും. അതങ്ങനെയാണ്. കാരണം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതിനും അനുഭവിക്കുന്നതിനും ഒക്കെ കർമ്മഫലമുണ്ട്. അപ്പോൾ അതേ ഫലം തന്നെ നിങ്ങൾക്കും കിട്ടും, അത് നിങ്ങളെ പ്രേരണയാലാണെങ്കിൽ. അങ്ങനെയിരിക്കെ നമ്മൾ ഒരു ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ? ഒരു ക്ഷേത്രത്തെ, ഒരു തറവാട്ട് ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും? അതിനെന്താ ഫലം ഉണ്ടാവില്ലേ? കാരണം അവിടെ വരുന്ന കർമ്മങ്ങൾ മുടക്കുക, അല്ലെങ്കിൽ അവിടെ വരുന്ന കർമ്മങ്ങൾ മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുക, ആടെ നീ പോണ്ടേ, അവിടെ ഇങ്ങനെയാണ് എന്ന് പറയുക. അപ്പോൾ ഈ പറയുന്നവനും ഈ ചെയ്യുന്നവനും ഒക്കെ അവൻ്റെ 7 തലമുറകൾ അനുഭവിക്കും. ഇത് പലർക്കും അറിയില്ല. പലരുടെയും ധാരണ, ഞാൻ പ്രത്യക്ഷത്തിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ മുടക്കിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ദുരിതകല നിങ്ങൾ അനുഭവിക്കാണ്ട് എവിടെയും പോവില്ല. കാരണം അവിടെ ഇരിക്കുന്ന മൂർത്തികൾ കാണുന്നുണ്ടല്ലോ നിങ്ങളെ കളികൾ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അതൊന്നും അനുഭവിക്കുന്നില്ല, അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ള ഇതുകൊണ്ട് സന്തോഷിക്കണ്ട. നിങ്ങൾക്കിപ്പോൾ അല്പം നല്ല സമയമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ സമയദോഷം നിങ്ങളെ പിടികൂടുമ്പോൾ, സമയദോഷം അങ്ങനെ പിടികൂടുകയും വേണ്ട, നിങ്ങൾ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല സമയം ദോഷസമയമായിട്ട് മാറും. അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഒരാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ ആ ചെയ്യുന്നവൻ്റെ അതേ ഫലം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ മുടക്കി കഴിഞ്ഞാൽ ആ മുടക്കിയവൻ ആരോ കാരണക്കാരനാകുന്നത്, ആ കാരണത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കും അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരും. അപ്പം ക്ഷേത്രങ്ങളുടെ പരിസരത്ത് നിൽക്കുന്ന ചിലരുടെ എന്താ പറയുക, പരിസരവാസികൾക്കുള്ളൊരു സ്വഭാവമുണ്ട് ചില പരിസരവാസികൾക്ക്. കാരണം ഇവർക്ക് ചിലപ്പോൾ അവിടെ നടക്കുന്നൊന്നും ഇഷ്ടപ്പെടില്ല. അവിടെ ആൾക്കാരും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ പറയുമോ, എന്തിനാപ്പോൾ അവിടെ പോകുന്നത്, അവിടെ അയാൾ ശരിയല്ല, ആ കർമ്മി ശരിയില്ലേ, നിങ്ങളെല്ലാവരും പോവും, അവിടെ നമ്മളൊന്നും അങ്ങോട്ട് തിരിഞ്ഞൊക്കെയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരു സന്നിധിയിലെ ദേവത ആരാധനാക്രമങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദേവതയെ അറിയാണ്ട് അവിടെ ആരും വരില്ല. അത് ഈ പൊട്ടന്മാർക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ആ ദേവത കൊണ്ടുവരുന്ന ആളത് മുടക്കുമ്പോൾ ആ ദേവതയുടെ അടി ആദ്യം കിട്ടും നിങ്ങൾക്കാണ്. അത് മനസ്സിലാക്കിയാൽ മതി. ആദ്യം അതിൻ്റെ അടി നിങ്ങൾക്ക് കിട്ടും, എന്നിട്ടാണ് ബാക്കിയുള്ളതുണ്ടാവും. അതുകൊണ്ട്
ഏതൊരു ദേവസ്ഥാനത്തെയും കർമ്മങ്ങൾ മുടക്കാനോ അല്ലാതെ അവിടെ വരുന്ന കർമ്മം മറ്റുള്ളൊരു ക്ഷേത്രത്തിലേക്ക് കൊടുത്താൽ മതി, അവിടെ പോണ്ടെന്ന് പറയുന്നവനും ഒക്കെ കാലമാകുന്ന കാളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കും. യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ 7 തലമുറകൾക്കും കിട്ടും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു നശിച്ച ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് നിങ്ങൾ അവിടത്തേക്ക് ഒരു നാണയം തൊട്ടെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൊടുത്ത ആൾക്ക് കിട്ടുന്ന അതേ ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നു. ഞാൻ പറഞ്ഞു, ഇതേ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഒരു നന്നായിട്ട് നടന്നു വരുന്ന ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു തറവാട്ട് സന്നിധിയിലേക്ക് വരുന്നവരെ മുടക്കുകയും അവിടത്തേക്ക് വേണ്ടിയിട്ട് വരുന്ന കർമ്മങ്ങൾ വേറിട്ട സന്നിധിയിലേക്ക് ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല കിട്ടുക, അതാണ് കാരണം. ഒന്നും അറിയാതെ പൈതങ്ങളുണ്ടാവും തറവാട്ടിൽ, നിങ്ങളുടെ എല്ലാം താഴത്തായ. നിങ്ങളുടെ കർമ്മഫലം ഇവറ്റകൾ കൂടി അനുഭവിക്കേണ്ടി വരുമ്പോൾ അതാണ് പ്രയാസം തോന്നുക. കാരണം നിങ്ങളുടെ അവസാനത്തെ കളികൾ കളിക്കുമ്പോൾ അതിൻ്റെ ഭാഗവത്താവുന്നത് നിങ്ങളുടെ മക്കളും മക്കളുടെ തലമുറകളുമാണ്. അതിൽ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അത് ഓർക്കുക. എന്തിനും കർമ്മഫലമുണ്ട്. നിങ്ങൾ നല്ല ചെയ്താലുണ്ട്, നല്ലത് ചിന്തിച്ചാലുണ്ട്, നല്ലത് പറഞ്ഞാലുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാലുണ്ട്. ഇതെല്ലാം നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും, യാതൊരു സംശയമില്ല. ഏതൊരു കർമ്മവും അവനിലേക്ക് തന്നെ തിരിച്ചു വരും. നീ ചെയ്യുന്നത് എന്താണോ അതൊക്കെ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരാനില്ലതാണ്. അതേടിയും പോവില്ല. എന്താണോ നീ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ നിന്നിലേക്ക് തന്നെ വരിക. നീ ഒരാളെ കൊണ്ട് ദുഷിപ്പ് പറയുമ്പോൾ നീ ഓർത്തുള്ള നാളെ എനിക്ക് ഈ പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് വരണ്ടെന്ന് ഓർമ്മിച്ചോളുക. നമ്മൾ ഒരാളെ കൈ ചൂടുമ്പോൾ 4 വിരലും നമ്മൾ നേർക്കാം. നമ്മൾ ഒരാളെ ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ ഒരു വിരലേ ആ ചൂണ്ടുന്ന വ്യക്തിയിലുള്ളൂ, ബാക്കി 4 വിരലും നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് ആദ്യം ചിന്തിക്കുക. നമുക്ക് ഈ പറയാനുള്ള അധികാരമുണ്ടോ? നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതാണോ? ഇത് ചിന്തിച്ച് നോക്കുന്നു. എന്നിട്ട് മാത്രം മറ്റുള്ളവരെ കൈ ചൂണ്ടാൻ നിൽക്കുക. അല്ലാതെ അവനെ കൈ ചൂണ്ടുമ്പോൾ നീ ആദ്യം ഓർക്കുക, ഈ ബാക്കിയിലെ 4 പേരിൽ നിന്നെ തന്നെയാണ് ചൂണ്ടുന്നത്, നിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നീ എന്ത് പറഞ്ഞാൽ ഇപ്പം കർമ്മിയാവുന്ന നമ്മൾ തന്നെ, നമ്മൾ നല്ല കർമ്മം ചെയ്താൽ ശരി, ദോഷകർമ്മ ശരി, ഏത് കർമ്മം ചെയ്താൽ ശരി, അതിന് 30% നമുക്കാണ്. ഇപ്പോൾ ഒരു തറവാടിൽ ഗണപതി ഹോമം ചെയ്താൽ ആ ഗണപതി ഹോമത്തിന് 30% നമുക്ക് കിട്ടും. ഒരു ശാക്തയം ചെയ്ത് കഴിഞ്ഞാൽ ആ ശാക്തയത്തിന് 30% നമുക്കാണ്. ഒരു വടക്കിനിയും ഭാവം കർമ്മം ചെയ്താൽ ആ വടക്കിനിയും ഭാവം കർമ്മത്തിൻ്റെ 30% നമുക്കാണ്. ഇതുപോലെ തന്നെയാണ് ഒരു ആവാഹന ദുരിത കർമ്മങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ദുരിതം നമ്മൾ ഏറ്റെടുക്കണം. ആ തറവാട്ടിൽ ദുരിതങ്ങൾ മാറ്റാൻ പോകുന്ന ഒരു കർമ്മിക്ക് ആ ദുരിതങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെയാണ് ദുഷ്കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീ ചെയ്യുന്നതെല്ലാം നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഇത് എവിടെയും മറ്റാർക്കും കൊടുക്കാനും പറ്റില്ല. അവസാനം എന്താ ഉണ്ടാകുക? കിടന്ന് നരയിക്കുമ്പോൾ ഓർമ്മിക്കും, എന്തിനു വേണ്ടി ആയിരുന്നു. പെടക്കേണ്ടി വരും, ഉറപ്പാണ്. നീ ഇന്ന് ചെയ്യുന്ന ഈ ദുഷിച്ച കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ വിത്തുകൾ നിൻ്റെ ഉള്ളിലിട്ടായിരിക്കും. അത് പുറത്തു വരാൻ കുറച്ച് താമസം എടുക്കും. രക്തദൂഷ്യമായ ദോഷങ്ങളിലൂടെ അത് പുറത്തു വരാൻ കുറച്ച് കാലം എടുക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുക ആരായാലും. ഇത് ഭീഷണിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതാക്കണോ ഒന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേന്ന് വെച്ചിട്ട് മാത്രം പറഞ്ഞിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്, മറ്റാരുമല്ല.
നല്ലതായാലും ശരി ചീത്തയായാലും ശരി, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, കർമ്മഫലം അത് അവനവൻ തന്നെ വീട്ടണം. ഏതൊരു കർമ്മത്തിനും ഫലമുണ്ട്. ഏതൊരു കർമ്മത്തിനും, ഏത് കർമ്മമായി കഴിഞ്ഞാലും ആ കർമ്മത്തിന് ഫലമുണ്ട്. ആ കർമ്മഫലം നമ്മൾ തന്നെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരും. അതിൽ യാതൊരു സംശയം വേണ്ട. കർമ്മഫലം അനുഭവിക്കാണ്ട് ഒരാൾ ഇവിടുന്ന് പോയിട്ടുമില്ല, ഇനി പോവാനും പോകുന്നില്ല. അപ്പോൾ ഓർമ്മിക്കുക, നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, നല്ലത് ചിന്തിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും ആ സഹായിക്കുന്നവരെ മുടക്കാതിരിക്കുക. മുടക്കിയാൽ അതിൻ്റെ ദോഷം നിനക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ നിൻ്റെ കയ്യിൽ സഹായിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ നല്ലത് എനിക്ക് കിട്ടും. അല്ലാതെ അത് മുടക്കി അതിൻ്റെ കുറ്റം പറഞ്ഞ് എന്തിനാണ്? ആകെ ഒരു മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ ഇന്നത്രയാന്ന്. ആ കാലഘട്ടത്തിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്? ഇതൊക്കെ എപ്പോൾ അനുഭവിച്ച് തീർക്കാനാണ്? അതുകൊണ്ട് അവനവൻ ചെയ്യുന്ന കർമ്മഫലം 100 ഇരട്ടിയായിട്ട് തിരിച്ചു വരും, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് നല്ലത് ചെയ്യുന്നവരെ മുടക്കാതിരിപ്പിക്കുക. എന്താ പറയുക, പരദൂഷണങ്ങൾ പറഞ്ഞ് വെറുതെ ഒരു സന്നിധിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഉപാസകനിലേക്കോ ദോഷങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെ ഫലവും നിനക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്തായാലും അത് അനുഭവിക്കുക തന്നെ വേണം. അതൊരു ദേവത ഏറ്റെടുക്കില്ല. നീ ചെയ്ത കർമ്മഫലം നീ തന്നെ അനുഭവിക്കണം. ഇത്രയാണ് പറയാനുള്ളത്.